ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായി കാണുന്നവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യട്ടാ. അപ്പം നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. അപ്പോൾ ഇവിടെ നമ്മൾ കുക്കറിൽ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൊയിങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇട്ടത് എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടാം. അപ്പോൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ടാ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ ബീഫ് കട്ട് ചെയ്യാൻ പോകണം കേട്ടാ. അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ കാണിച്ചാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് ഈ ലെവലിൽ നോക്കിട്ടാ. I can see my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. I've been flying from town to town, from London to Taiwan. I've been. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് മസാല കൂട്ടണം. ഒരു പാത്രം ഇട്ടിട്ടുണ്ട്. അതിൽ ആദ്യം ഇഞ്ചി പേസ്റ്റ്, ഇത് രണ്ടും കൂടി ഇട്ടാൽ ഇഞ്ചും ഉണ്ട് വെളുത്തുള്ളി ഉണ്ട്. അടുത്തത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. അടുത്തത് മുളകുപൊടി എത്ര ടീസ്പൂണാ? 1.5 ടീസ്പൂണ്. ഗരം മസാല പാകത്തിന് ഇട്ടാ. കുരുമുളക് പൊടി, കുരുമുളക് പൊടി 2 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണാണ്. ഗരം മസാല കുറച്ച് മട്ടോളി ഇട്ടാ. നമ്മൾ രസം ഇവിടെ 1/4 ടീസ്പൂണ്. അടുത്തത് കോൺഫ്ലവർ എത്ര ടീസ്പൂണാ? 1.5 ടീസ്പൂൺ കേട്ടാ. അടുത്തത് നമ്മൾ ഇതിൽ പൊടിച്ചത് ചോളമുളകും ഉണ്ട്, പെരിഞ്ചീരം ഉണ്ട്. പെരിഞ്ചീരം നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളത്. മുളക് 5-6 ലേശം സുറുക്ക ഒന്ന് പേസ്റ്റ് ആക്കാൻ. ഇത് ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ? ഇനി ചെറുതായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ബീഫിൻ്റെ വെള്ളം തന്നെ ഇട്ടാ മിക്സ് ചെയ്തോ. അപ്പോൾ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഒരു സംഭവം ചേർക്കണ്ട, നമ്മൾ ലാസ്റ്റേ ചേർക്കുള്ളൂ. പാകത്തിന് ഉപ്പില്ല കേട്ടോ. എത്ര ടീസ്പൂണ്? 1/2 ടീസ്പൂണ്. പേസ്റ്റ് റെഡിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മൾ ബീഫ് കട്ട് ചെയ്തിടാം. നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കുഴക്കുക. വെള്ളം കമ്മിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ബീഫിൻ്റെ വെള്ളം കൂടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മെല്ലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുഴച്ച് വെക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനിപ്പോൾ 1 മണിക്കൂറായാലും കുഴപ്പമില്ല, 1 മണിക്കൂർ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് വെച്ച ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിക്കാൻ പോകണട്ടാ. നമ്മൾ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ. അങ്ങനെ നമ്മൾ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട്. റെഡി അല്ലേ കേട്ടോ? സാമിയ മൂത്ത മുളക് കെട്ടില്ല. ഇനി കുറച്ച് വേപ്പിലിടാ. അതൊക്കെ നല്ലത് പഠിച്ചാനേ. രണ്ടാളും റെഡിയാണ്. സാധനം എന്താ പണി? അയക്കണം നോക്കാം. വേപ്പിലിടാൻ പോയതാണ്. ആയാ എന്താ പാടേ? അടിപൊളി. സ്മൂത്ത് ആയില്ലേ? നമ്മളെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കാം. ഇനി നമുക്ക് കഴിച്ച് നോക്കണ്ടേ? അപ്പൊ നമ്മള് ബീഫ് ചില്ലി വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ഇതുപോലെ വീണ്ടും നല്ല വരും. അപ്പൊ നമുക്ക് ആദ്യമായി കാണുന്നവർ ലൈക്കും ഷെയറും കമന്റും ബെല്ലൊക്കെ അടിച്ചു പൊട്ടിച്ചോ കേട്ടോ. നാളെ ഇനിയും വീഡിയോ വരോട്ടോ. ബൈ ബൈ.